നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. മലയാളി ഉത്രാടപ്പാച്ചിലാണ്. ഈ ഒരു സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറയുന്ന 9 കാര്യങ്ങൾ, ഈ 9 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യല്ലേ. പ്രത്യേകിച്ചും തിരുവോണ ദിവസമായിട്ടുള്ള നാളെ യാതൊരു കാരണവശാലും ഈ തെറ്റുകളിൽ ഒന്നുപോലും അറിഞ്ഞോ അറിയാതെ വീട്ടിൽ ചെയ്യല്ലേ. വീട് മുടിയാൻ അത് മതി എന്നുള്ളതാണ്. വലിയ ദോഷമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം ഈ ഭൂമിയിലുള്ള ദിവസം, മഹാബലി തമ്പുരാന്റെ സാന്നിധ്യം ഈ ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു ദിവസം, തിരുവോണ ദിവസം, യാതൊരു കാരണവശാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നുപോലും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യല്ലേ. ദോഷമാണ്, വീട് മുടിയും. അതിൽ പരമൊരു ദോഷം നമ്മളുടെ ജീവിതത്തിൽ വരാനില്ല എന്നുള്ളതാണ്. ഈശ്വരനായിട്ട് പറയിക്കുകയാണ്, ആരെങ്കിലും അറിയാതെയെങ്കിലും ഈ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അത് ഒഴിവാക്കണം. തിരുവോണ ദിവസം ഈ പറയുന്ന 9 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ, ഇതൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ അതിൻ്റെ ഐശ്വര്യം നിങ്ങളുടെ വീടിനുണ്ടാകും. ഏറ്റവും സത്യമുള്ള കാര്യങ്ങളാണ്. ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ 9 കാര്യവും കൃത്യമായിട്ട് പറയാം. എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് വീട്ടിൽ ശ്രദ്ധിച്ചോണം, അറിയാതെങ്കിലും ഇത് കയറി വരുന്നുണ്ടോ എന്നുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിലോ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ ആ ഒരു തിരുമുറ്റ ഭാഗത്തോ എവിടെയെങ്കിലും പൊട്ടിയ പാത്രങ്ങൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, വിറക് കൊള്ളി, പൊട്ടിയ ചെരുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്നുള്ള കാര്യം ഇന്നേ നോക്കി വെക്കണം. കാര്യം തിരുവോണം രാവിലെ ആയിട്ട് കതക് തുറന്നിറങ്ങുന്ന സമയത്ത് വിറക് കൊള്ളി കാണുക എന്ന് പറഞ്ഞാൽ പട്ടട ദോഷമാണ്. പൊട്ടിയ ചെരുപ്പ് കാണുക എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. അതുപോലെ തന്നെ ഒഴിഞ്ഞ പാത്രം കാണുക എന്ന് പറഞ്ഞാൽ ജീവിതവും അതുപോലെ ദാരിദ്ര്യം നിറഞ്ഞ ഒഴിഞ്ഞ പാത്രം പോലെ ആയി പോവും എന്നുള്ളതാണ്. ഒരു കാരണവശാലും തിരുവോണ ദിവസമായിട്ട് ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യമുള്ള ദിവസമായിട്ട് വീട്ടിൻ്റെ മുന്നിൽ ഇത്തരം വസ്തുക്കൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. സാധാരണയായിട്ട് ഓണം പ്രമാണിച്ച് വീടും പറമ്പും എല്ലാം എല്ലാവരും അടിച്ചു വാരി ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് ഒഴിവാക്കും. ചിലരെങ്കിലും ചിലപ്പോൾ സമയമില്ലാതെ വിട്ടുപോയിട്ടുണ്ടാകും. അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും വീടിൻ്റെ തിരുമുറ്റത്ത് പൊട്ടിയ ചെടിച്ചട്ടി ഇരിപ്പുണ്ടെങ്കിൽ എടുത്തു മാറ്റുക, ഒഴിഞ്ഞ പാത്രങ്ങൾ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എടുത്തു മാറ്റുക. വിറക് കൊള്ളി മുഖ്യമായിട്ടും ശ്രദ്ധിക്കണം, പട്ടട ദോഷമാണ്. വീടിൻ്റെ തിരുമുമ്പിൽ കിടക്കരുത്. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് അല്ലെ കതവ് തുറന്നിറങ്ങുന്ന സമയത്ത് ഇതൊന്നും കണി കാണാൻ ഒരിട കൊടുക്കരുത്. എല്ലാവരും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ഒന്ന് നോക്കണേ. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നാളത്തെ ദിവസം ഉച്ചയൂണ്, അതായത് ഓണം ഉണ്ണുന്നതിന് മുമ്പ് വെച്ച് കൊടുത്തിട്ട് വേണം നിങ്ങളുടെ പിതൃക്കന്മാർക്ക്, ഈശ്വരന്മാർക്ക്, ഭഗവാന്, മഹാബലി തമ്പുരാൻ എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ച് വെച്ച് കൊടുത്തിട്ട് വേണം എല്ലാവരും തിരുവോണം ഉണ്ണാൻ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഇത് കൃത്യമായിട്ട് പാലിച്ചിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയില്ല. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. 2 രീതിയിൽ വെച്ച് കൊടുക്കാം. ഒന്നെന്ന് പറയുന്നത്, ഡൈനിങ് ടേബിളിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ആഹാരം വിളമ്പി ഒരു 10 മിനിറ്റ് അത് വെച്ച് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ജലം തെളിച്ച് എല്ലാവരും ഉണ്ണാനിരിക്കാം, ഒരു രീതി. അതല്ല എന്നുണ്ടെങ്കിൽ തനിയെ വിളക്ക് കത്തിച്ച് വിളക്കിന് മുന്നിൽ ഒരു ഇലയിട്ട് അതിൽ വിഭവങ്ങൾ വിളമ്പി ആ വെച്ച് കൊടുത്ത് അതിന് വെള്ളം തളിച്ചതിന് ശേഷം എല്ലാവരും അവരവരുടെ ഇലയിട്ട് ഉണ്ണാനിരിക്കാം. ഈ 2 രീതിയിലായാലും കുഴപ്പമില്ല. 2 രീതിയിലും ആചരിച്ച് വരാറുണ്ട്. 2 രീതിയും ശരി തന്നെയാണ്. 2 രീതിയിലായാലും കുഴപ്പമില്ല. എല്ലാവരും വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പിതൃക്കളെ, ഈശ്വരന്മാരെ, നാരായണ ഭഗവാനെ, മഹാലക്ഷ്മിയെ, അന്നപൂർണേശ്വരി ദേവിയെ, മഹാബലി തമ്പുരാനെ എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ച് വെച്ച് കൊടുത്ത് വെള്ളം തളിച്ച് ഒരു 10 മിനിറ്റ് വെച്ച് വെള്ളം തളിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരും ഓണം ഉണ്ണാൻ പാടുള്ളൂ. ലോകത്തിൻ്റെ ഏത് കോണിലായാലും, കൊട്ടാരത്തിലായാലും കുടിലായാലും വെച്ച് കൊടുത്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. അടുത്തത്, മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എന്ന് പറയുന്നത്, നാളത്തെ ദിവസം, അതായത് തിരുവോണ ദിവസം ആര് വീട്ടിൽ ഭിക്ഷ ചോദിച്ച് വന്നാലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് വെറും കൈയോടുകൂടി മടക്കി അയക്കരുത്. ഒന്നുകിൽ ചില്ലറ മാറി ഇട്ടേക്കുക, അല്ലെങ്കിൽ ധനമായിട്ട് എന്തെങ്കിലും കൊടുക്കുക, ആഹാരമായിട്ട് എന്തെങ്കിലും കൊടുക്കുക, വസ്ത്രമായിട്ട് എന്തെങ്കിലും കൊടുക്കുക. എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടേ വിടാവുള്ളൂ. ഭിക്ഷ ചോദിച്ച് ആര് വീട്ടിൽ വന്നാലും വെറും കൈയോടുകൂടി മടക്കി അയക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ
ദോഷം വിളിച്ചു വരുത്തും എന്നുള്ളതാണ്. ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഈ ഒരു തിരുവോണ ദിവസം എന്ന് പറയുന്നത്. അമ്പലത്തിൽ പോകുന്നവർ അന്നദാന വഞ്ചിയുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പൈസ ഇടുക. അന്നദാനത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവനകൾ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിൽ അന്നദാനത്തിന് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഭിക്ഷ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭിക്ഷ നൽകാതെ മടക്കി അയക്കരുത്. പല രീതിയിലും ഈശ്വരൻ്റെ പരീക്ഷണം നമുക്കുണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് തിരുവോണ ദിവസം എന്ന് പറയുന്നത്. തന്നും തരാതെയും നമ്മളെ പരീക്ഷിക്കുന്ന ഈശ്വരൻ നമ്മളുടെ മുന്നിലേക്ക് ഭിക്ഷയാചിച്ച് വരും എന്നൊരു സങ്കല്പം കൂടി ഈ ഒരു ദിവസത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ഓണത്തിൻ്റെ ഐതിഹ്യമൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അതുകൊണ്ടാണ് പറയുന്നത്, എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഭിക്ഷ ചോദിച്ചു വരുന്നവരെ വെറും കൈയോടുകൂടി മടക്കി അയക്കരുത്. വീട്ടിലെല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കുക, ആരെങ്കിലും വരുമ്പോൾ ഒരാളൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടുകളയരുത്. അത് ദോഷമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, യാതൊരു കാരണവശാലും മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് നാളത്തെ ദിവസം തിരുവോണ ദിവസം വീട്ടിൽ നിൽക്കരുത്. കോടി ഉടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ചിലപ്പം ഓണക്കോടിയൊന്നും വാങ്ങാൻ പറ്റണമെന്നില്ല. എല്ലാവർക്കും അതിനുള്ളൊരു മനസ്സും സാഹചര്യവും ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ അലക്കി തേച്ച് വൃത്തിയായ വസ്ത്രം ധരിച്ചു വേണം വീട്ടിൽ നിൽക്കാൻ എന്ന് പറയുന്നത്. അത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതാണ് കോടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പുതിയ വസ്ത്രം വാങ്ങി ഇടണമെന്നൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഇടുന്ന വസ്ത്രം അത് ഏത് തന്നെ ആയാലും 10 വർഷം പഴക്കമുള്ള വസ്ത്രമായാലും ഒരു ദോഷവും ഇല്ല. പക്ഷേ ആ ഇട്ടിരിക്കുന്ന വസ്ത്രം അലക്കി തേച്ച് വൃത്തിയായിട്ടുള്ളതായിരിക്കണം. ഭഗവാൻ വരുമ്പം, ഭഗവതി വരുമ്പം മുഷിഞ്ഞു നാറിയ വസ്ത്രത്തോടു കൂടി തിരുവോണ നാളിൽ നിൽക്കുന്നത് പടിയിറങ്ങിപ്പോകലിന് കാരണമാകും. ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യമാണ്. അറിഞ്ഞിരുന്നുകൊണ്ട് ആരും ഈ തെറ്റ് ചെയ്യരുത്. കീറിയ വസ്ത്രങ്ങൾ, ദ്രവിച്ചു തുടങ്ങിയ വസ്ത്രങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. ഉള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തിയായിട്ടുള്ള, ഭംഗിയായിട്ടുള്ള ഒരു വസ്ത്രം അലക്കി തേച്ച് വൃത്തിയായിട്ടിട്ട് നിൽക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, യാതൊരു കാരണവശാലും തിരുവോണ ദിവസം 2 നേരത്തിൽ ഏതെങ്കിലും ഒരു നേരം നിലവിളക്ക് കത്തിക്കാതിരിക്കരുത്. ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് രാവിലെ നിലവിളക്ക് കത്തിക്കുക, അല്ലെ വൈകുന്നേരം കത്തിക്കുക. രാവിലെയും വൈകുന്നേരം കത്തിച്ചാലും കുഴപ്പമില്ല. പക്ഷേ 2 നേരത്തിൽ ഒരു നേരമെങ്കിലും വീട്ടിൽ നിലവിളക്ക് കത്തിക്കാതിരിക്കരുത്. വീട് ഇരുട്ടിലാണ്ട് കിടന്നിട്ട് നിങ്ങൾ എത്ര ഓണം ഉണ്ടിട്ടും കാര്യമില്ല, എത്ര ഓണം ആഘോഷിച്ചിട്ടും കാര്യമില്ല, എത്ര മഹാക്ഷേത്രത്തിൽ പോയി തൊഴുതു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പലരും പല അമ്പലങ്ങളിലൊക്കെ അങ്ങ് പോയി കളയും. പക്ഷേ വീട്ടിൽ രാവിലെയും കത്തിക്കത്തില്ല, വൈകിട്ടും വിളക്ക് കത്തിക്കത്തില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാവും. ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഒരു നേരമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക്. 2 നേരത്തിൽ ഏതെങ്കിലും ഒരു നേരം വീട്ടിൽ നിലവിളക്ക് കത്തിച്ചിരിക്കണം എന്നുള്ളതാണ്. വിട്ടുകളയരുത്. അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. ഏത് വീടാണോ ഇരുട്ടിലാണ്ട് തിരുവോണ ദിവസം കിടക്കുന്നത്, അതൊക്കെ മുടിഞ്ഞ ചരിത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. സോ അറിഞ്ഞിരുന്നുകൊണ്ട് ആരും ദോഷം വിളിച്ചു വരുത്തരുത്. ഇതാണ് 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, യാതൊരു കാരണവശാലും തിരുവോണ ദിവസം ഭക്ഷണം എടുത്ത് കളയേണ്ട ഒരവസ്ഥ വീട്ടിലുണ്ടാകരുത് എന്നുള്ളതാണ്. അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. തിരുവോണ ദിവസമായിട്ട് ആഹാരമെടുത്ത് കളയുക, വേസ്റ്റാക്കി കളയുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ദോഷം വേറെ വരാനില്ല. പലരും കുട്ടികൾക്കൊക്കെ നിറയെ വിളമ്പി കൊടുക്കും. കുഞ്ഞുങ്ങൾ ഒന്ന് കൈയിട്ടടിച്ച് കുറച്ച് കഴിച്ചതിന് ശേഷം കോരി കൊണ്ടുപോയി വേസ്റ്റ് കൂനയിൽ തട്ടും. ദോഷം കേട്ടോ. അറിഞ്ഞിരുന്ന് ഈ ദോഷം ചെയ്യരുത്. ആവശ്യത്തിന് മാത്രം വിളമ്പി കൊടുക്കുക. ബാക്കി വന്നാൽ അത് മുതിർന്നവരാരെങ്കിലും അത് കഴിക്കുക. ഒരു കാരണവശാലും ഈ ആഹാരം കൊണ്ടുപോയി വേസ്റ്റ് കൂനയിൽ തട്ടേണ്ട ഒരവസ്ഥ, രാത്രി എടുത്ത് കളയേണ്ട ഒരവസ്ഥ തിരുവോണ ദിവസം ഉണ്ടാവരുത്. അന്നപൂർണേശ്വരി പടിയിറങ്ങും, മഹാലക്ഷ്മി പടിയിറങ്ങും. ഒരിക്കലും അത് അറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനനുസരിച്ച് മുതിർന്നവർ വിവേകത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ്. ഇതാണ് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും നാളത്തെ ദിവസം ശാപവാക്കുകൾ പറയരുത് കേട്ടോ. നാവിൽ ഗുളിയൻ നിൽക്കുന്ന സമയം എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുന്ന കണക്കാണ് തിരുവോണ ദിവസത്തിൻ്റെ കാര്യം. നമ്മൾ പറയുന്നതൊക്കെ ചിലപ്പം വരമായി തീരും. ചിലപ്പം നല്ലത് പറഞ്ഞാൽ നല്ലത് ആയിത്തീരും. അതേസമയം ദോഷമാണെന്ന് പറയുന്നെങ്കിൽ ആ ദോഷവും വന്നു ചേരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഭഗവത് സാന്നിധ്യം, ചൈതന്യം നമ്മളുടെ വീട്ടിലുള്ള ദിവസമാണ്. നമ്മളെ അനുഗ്രഹിക്കാൻ നമ്മളുടെ പിതൃക്കളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവസമാണ്. മഹാബലി തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവസമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഊർജം വയ്ക്കുന്ന, ശക്തി വയ്ക്കുന്ന, ആ ബീജം വളരുന്ന ഒരു സമയം കൂടാണ്. ആ ഒരു തിരുവോണ ദിവസം നമ്മൾ അറിഞ്ഞിരുന്ന് അത്തരത്തിൽ ശാപവാക്കുകൾ ചിലപ്പം വേണമെന്ന് കരുതിയിട്ടാവില്ല,
ചിലപ്പോൾ ഒരു വികാരത്തിൻ്റെ പുറത്ത് നീ നശിച്ചു പോകൂടാ, അല്ലെ നീ ഗതി പിടിക്കത്തില്ലടാ എന്നൊക്കെ കയറി അങ്ങ് പറഞ്ഞു കളയും. പക്ഷേ ആ പറയുന്നത് ചിലപ്പം കുറിക്ക് കൊള്ളും, അല്ലെങ്കിൽ അത്തരത്തിൽ അത് അച്ചിട്ടായിട്ട് സംഭവിക്കും. അതിനൊരിട കൊടുക്കരുത്. അറിഞ്ഞിരുന്ന് ഇനി എന്ത് തരത്തിലുള്ളയാലും, അന്യരായിക്കോട്ടെ നമ്മുടെ വീട്ടിലുള്ളവരായിക്കൊള്ളട്ടെ, ആരെയും ദുഷിച്ച വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ പഴിക്കുന്ന വാക്കുകൾ കൊണ്ട് സംസാരിക്കാനോ അഭിസംബോധന ചെയ്യാനോ ഒന്നും പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇതാണ് 7ാമത്തെ കാര്യം. 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നവർ വെറും കൈയോടുകൂടി പോകരുത് കേട്ടോ. അമ്പലത്തിൽ തൊഴാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തിരുവോണമായിട്ട് വെറും കൈയോടുകൂടി പോകരുത്. ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ ചില വഴിപാടുകളുടെ കാര്യമൊക്കെ പറഞ്ഞു തന്നിരുന്നു. അത് ചെയ്യാം, ഏറ്റവും നല്ലതാണ്. നാണയം കൊണ്ടുപോകാം, ഒന്നുമില്ലെങ്കിൽ നാണയം തലയ്ക്കൊഴിഞ്ഞ് നാണയം കൊണ്ടുപോകാം. എന്തെങ്കിലും ഹാരം, അതായത് പൂമാല വല്ലതും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. പൂക്കളായിട്ട് കൊണ്ടുപോകണം. വീട്ടിൽ പൂത്ത് നിൽക്കുന്ന പൂക്കൾ ഭഗവാൻ അർച്ചിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും ഗംഭീരമാണ്. തുളസിപ്പൂക്കൾ കൊണ്ടുപോകുന്ന ഏറ്റവും ഗംഭീരമാണ്. തുളസിപ്പൂ കൊണ്ട് മാല കെട്ടി, ചരടിൽ കോർത്ത് മാല കെട്ടി മാലയായിട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണ്. അപ്പം എന്തെങ്കിലും ഒന്നും പറ്റിയില്ലെങ്കിൽ നാണയം തലയ്ക്കൊഴിഞ്ഞ് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് അർച്ചന ചെയ്യാനുള്ളതും മാല കൊടുക്കേണ്ടതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. ഭഗവാന് ഓണക്കോടി കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. ഏറ്റവും ഗംഭീരമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണം എന്നുള്ളതാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ ഓണക്കോടി കൊടുക്കുന്ന പറഞ്ഞു. ഒരുപാട് ആളുകൾ ഓണക്കോടി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഓണക്കോടി കൊടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അറിയാൻ കഴിയുന്ന തന്നെ മഹാഭാഗ്യമാണ്. ഓണക്കോടി കൊടുക്കുക, ഭഗവാനെ പോയി കണ്ട് തൊഴുക, ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞ ഏകദേശം 7-8 കാര്യങ്ങൾ എല്ലാവരും നാളത്തെ ദിവസം ശ്രദ്ധിക്കണം. അറിഞ്ഞിരുന്ന് ഒരു ദോഷം വിളിച്ചു വരുത്തരുത്. നമുക്ക് ഈ തിരുവോണം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭഗവത് പ്രീതിയുടെയും ആക്കി മാറ്റാം. എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ച് നമുക്ക് ആ പാപമോചനത്തിനും ജീവിതത്തിൽ അഭിവൃദ്ധിക്കുമായിട്ട് അനുഗ്രഹം നേടാൻ പറ്റുന്ന ദിവസമാണ്. വീട്ടിൽ വിളക്ക് വെച്ച് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. നമുക്ക് ഒരുമിച്ച് മഹാലക്ഷ്മി ദേവിയും ഭഗവാൻ നാരായണനെയും ഈ ഒരു തിരുവോണ നാളിൽ പ്രാർത്ഥിക്കാം. മഹാബലി തമ്പുരാൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ. എല്ലാം മംഗളമായി വരട്ടെ. നമ്മളുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കട്ടെ. അമ്മ മഹാലക്ഷ്മി നിങ്ങളെയും കുടുംബത്തെയും കാത്തരുളട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നന്ദി, നമസ്കാരം.